യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പ്രിയ മാതാപിതാക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവപരിപാലനയുടെ ഒരു ദിവസം ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ദൈവിക പദ്ധതി അനുസരിച്ചല്ലെങ്കിലും മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന, ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലമണിഞ്ഞ് കാണണമെങ്കിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആ പദ്ധതികൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. നീ ചെയ്യുവാൻ പോകുന്ന കാര്യം ആദ്യം ദൈവസന്നിധിയിൽ കൊടുക്കുക. എൻ്റെ കൂടെ എപ്പോഴുമുള്ള ജീവനുള്ള കർത്താവ്, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇത് സക്സസ് ആക്കി തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. യേശുവിൻ്റെ നാമം പറഞ്ഞ് നീ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. അത് ഫലമണിയുക തന്നെ ചെയ്യും. വചനം സത്യമാണ്. വചനം, ദൈവവചനം, സത്യവേദവചനം ഒരിക്കലും തെറ്റാറില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് കാര്യങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ചാലും അതെല്ലാം ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ചൊല്ലി വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. ഇന്നു മുതൽ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലെയും നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവകരങ്ങളിൽ കൊടുത്ത് അത് ഫലമണിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം പിതാവായ ദൈവം വഴി ചെയ്തതാണ്. സ്വന്തം കഴിവുകൊണ്ട് ചെയ്തതല്ല. ആ ദൈവപുത്രനായ യേശുക്രിസ്തു പോലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിപാലനയിൽ എല്ലാ കാര്യവും ചെയ്തതുപോലെ ആ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ മക്കളായ നമ്മൾക്കും യേശുവിൻ്റെ പാത തന്നെ പിന്തുടരാം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നു മുതൽ നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധിയിലായിരുന്നാലും അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറിപ്പോട്ടെ എന്നും നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. നിങ്ങളുടെ പദ്ധതികളെല്ലാം ദൈവം വിജയകരമാക്കി മാറ്റട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ
ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.